7 കലിമത്തുകൾ അവൻ കാത്തു സൂക്ഷിച്ചാൽ, ഈ 7 കലിമത്തുകൾ പതിവാക്കിയാൽ എന്തൊക്കെ പ്രത്യേകതകളാണ്? അള്ളാഹുവിന്റെ അടുക്കലും അള്ളാഹുവിന്റെ മലക്കുകളുടെ അടുക്കലും വലിയ മാന്യത, വലിയ അംഗീകാരം അവന് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, അതുപോലെ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതും പാപങ്ങൾ എത്രത്തോളമാണ്? മിഥല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായ പാപങ്ങൾ. സമുദ്രത്തിൽ എത്ര നുരകളാണ്, എത്ര പതകളാണ് സമുദ്രത്തിലുള്ളത്. ആ നുരകൾക്ക് സമാനമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല, വയജിദു ഹലാവത്ത ത്വാഅതി, ഇബാദത്തിന്റെ പൂർണ്ണമായ ലദ്ദത്ത് അവന് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. ഇബാദത്തുകൾ നിർവഹിക്കുമ്പോൾ ആ ഇബാദത്തുകൾ അതിന്റെ ലദ്ദത്തോടുകൂടി, അതിൻ്റെതായ രസത്തോടുകൂടി ആസ്വദിച്ചുകൊണ്ട് നിർവഹിച്ചെങ്കിൽ മാത്രമേ ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുന്നു. ഇബാദത്തുകൾ മുഴുവനും അതിന്റെ ലദ്ദത്തോടുകൂടി, അതിൻ്റെതായ പൂർണ്ണമായ ടേസ്റ്റോടുകൂടി അവൻ ആസ്വദിച്ചുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നതാണ്. മാത്രമല്ല, വതകൂനു ഹയാതുഹു വമമാതുഹു ഖൈറാ, അവന്റെ ജീവിതവും അവന്റെ മരണവും അവന് ഖൈറായി തീരുന്നതാണ്. അവന്റെ ജീവിതവും അവന്റെ മരണവും അവന് ഖൈറായി തീരുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ 7 കലിമത്തുകൾ നമ്മൾ പതിവാക്കിയാൽ, ഈ 7 വാചകങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കി നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് ലഭിക്കുന്നത്. ഒന്നാമത്തെ മഹത്വം എന്താണ്? അള്ളാഹുവിന്റെ അടുക്കലും അവന്റെ കോടാനുകോടി വരുന്ന മലക്കുകളുടെ അടുക്കലും അവന് വലിയ അംഗീകാരവും സ്വീകാര്യതയും വലിയ മാന്യതയും അവന് ലഭിക്കുന്നു. പിന്നെയോ, ഈ ദുനിയാവിലെ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുന്നു. മാത്രമല്ല, ചെയ്യുന്ന ഇബാദത്തുകൾ നല്ല ലദ്ദത്തോടുകൂടി ആസ്വദിച്ചുകൊണ്ട് ആ ഇബാദത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് അവന് നിർവഹിക്കാൻ കഴിയുന്നു. ഈ ദുനിയാവിലെ അവന്റെ ജീവിതവും അവന്റെ മരണവും അവന് ഖൈറായി ലഭിക്കുന്നു. അങ്ങനത്തെ 7 വാചകങ്ങളാണ്. ഏതൊക്കെയാണ് ആ 7 വാചകങ്ങള്? എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, ഒന്ന് ആലോചിച്ചു നോക്ക്, ഒന്ന് ചിന്തിച്ചു നോക്ക്. ആത്മാർത്ഥമായിട്ട് ഇത് ജീവിതത്തിലേക്കൊന്നു കൊണ്ടുവരാൻ ഞാനും നിങ്ങളും ഒന്ന് പരിശ്രമിച്ചു നോക്ക്. അൽ ഊല, ഒന്നാമത്തെ വാചകം ഏതാണ്? അയ്യഖൂല ഇൻദ ഇബ്തിദാഇ കുല്ലി ശൈഇൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നാമത്തെ കലിമത്ത്, ഒന്നാമത്തെ വാചകം എന്താണ്? അയ്യഖൂല ഇൻദ ഇബ്തിദാഇ കുല്ലി ശൈഇൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതൊരു നല്ല കാര്യം നീ തുടങ്ങുമ്പോഴും ആ തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം നീ പറയണം. ഏത് നല്ല കാര്യവും നീ തുടങ്ങുമ്പോ, എന്തൊക്കെ നല്ല കാര്യങ്ങളാ? ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ബിസ്മി ചൊല്ലണം. നമ്മുടെ കട തുറക്കാൻ പോകുന്നു, ബിസ്മി ചൊല്ലണം. വാഹനത്തിൽ കയറി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ബിസ്മി ചൊല്ലണം. വീട്ടിലേക്ക് കടക്കുന്നു, ബിസ്മി ചൊല്ലണം. പള്ളിയിലേക്ക് കയറുന്നു, ബിസ്മി ചൊല്ലണം. നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളുണ്ടോ, ആ നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലണം. അതാണ് ഒന്നാമത്തെ വാചകം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
പൊന്നാര മുത്ത് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, കുല്ലു അംറിൻ ദീബാലിൻ, ഏതൊരു മുഖ്യമായ കാര്യങ്ങളും ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹ്, ആ മുഖ്യമായ കാര്യത്തിന്റെ തുടക്കത്തിൽ നീ ബിസ്മി ചൊല്ലിയിട്ടില്ല എങ്കിൽ ഫഹുവ അബ്തറൂ, ആ കാര്യം ബറക്കത്തില്ലാത്ത കാര്യമാണ്. ഇത് നീ നിന്റെ കടയിൽ കച്ചവടം തുടങ്ങി, ബിസ്മി പറയാതെയാണ് നീ നിന്റെ പൂട്ടിലേക്ക് താക്കോലിട്ട് ആ താക്കോല് തിരിച്ചത്, അല്ലെങ്കിൽ ഷട്ടർ പൊക്കിയത്, അല്ലെങ്കിൽ നിന്റെ കടയുടെ ഡോറ് നീ തുറന്നത്, ബിസ്മി പറയാതെയാണോ എങ്കിൽ നിന്റെ ആ കച്ചവടം ബറക്കത്തില്ലാത്ത കച്ചവടമാണ്. ഒരു പക്ഷേ തീരെ ഒന്നും വിൽക്കൂല, അല്ലെങ്കിൽ നല്ല പൈസ നല്ല കച്ചവടം വന്ന് നടന്നിട്ടുണ്ടാകും, എന്നാലും അതിലൊരു ബറക്കത്തുണ്ടാവൂല. ബറക്കത്തുണ്ടായെങ്കിലല്ലേ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് നിനക്ക് ആസ്വദിക്കാൻ കഴിയുള്ളൂ, ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഒരുപാട് കച്ചവടം നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതിൽ ബറക്കത്തുണ്ടാകണം. ബറക്കത്തുണ്ടാകണമെങ്കിൽ ബിസ്മി പറയണം. ഏത് കാര്യം അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചു, ബിസ്മി പറഞ്ഞില്ല, എന്റെ വയറ് നിറഞ്ഞു, നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, പക്ഷെ ആ ഫുഡ് നിന്റെ ശരീരത്തിൽ പിടിച്ച് നിന്റെ ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കി തരുന്ന ഫുഡാകണമെങ്കിൽ അതിൽ ബറക്കത്ത് വേണം. ആ ബറക്കത്ത് വേണമെങ്കിൽ നീ അതിന്റെ തുടക്കത്തിൽ ബിസ്മി പറയണമായിരുന്നു. കണ്ടോ നിങ്ങൾ? ഏത് കാര്യം, ഇനി മരുന്ന് മെഡിസിൻ കഴിക്കുകയാണ്, ബിസ്മി പറയണം. ഏത് കാര്യവും കുല്ലു അംറിൻ ദീബാലിൻ, ഏത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ഏത് മുഖ്യമായ കാര്യമാണെങ്കിലും ലാ യുബ്ദഉ ഫീഹി, ആ കാര്യം കൊണ്ട് ആ കാര്യത്തില് ബിസ്മി കൊണ്ട് നീ തുടങ്ങിയില്ല എങ്കിൽ ഫഹുവ അബ്തറു, ആ കാര്യം ബറക്കത്ത് കെട്ട കാര്യമായിരിക്കും. ആരാ പഠിപ്പിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നതാണെങ്കിൽ പോലും എന്തു പറയണം? ബിസ്മി പറയണം. എന്നാൽ അതിൽ നിന്ന് ജനിക്കുന്ന കുട്ടികളിൽ ബറക്കത്തുണ്ടാകും. അപ്പൊ ഏത് കാര്യത്തിലും തുടക്കം എന്തുകൊണ്ടാകണം? ബിസ്മി കൊണ്ടാകണം. ബിസ്മിയാണ് ആ പറഞ്ഞ 7 വാചകങ്ങളിൽ ഒന്നാമത്തെ വാചകം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏത് കാര്യങ്ങൾ നീ തുടങ്ങുമ്പോഴും നീ ബിസ്മി പറയണം. അത് നീ പതിവാക്കണം, അത് നീ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ നീ നിന്റെ ജീവിതത്തിൽ അത് കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ നീ ശരീഫുൻ ഇൻദല്ലാഹി വ ഇൻദ മലായികതിഹി, അല്ലാഹുവിന്റെ അടുക്കലും അവന്റെ കോടാനുകോടി വരുന്ന മലക്കുകൾക്കിടയിലും നീ വലിയ സ്വീകാര്യതയുള്ളവനായി തീരും, വലിയ പരിഗണനയുള്ളവനായി തീരും, വലിയ മാന്യതയുള്ളവനായി തീരും. എന്ന് മാത്രമല്ല, നിന്റെ ദുനിയാവിലെ പാപങ്ങൾ എത്രയെത്ര പാപങ്ങളാണ്. സമുദ്രത്തിന്റെ നുരകൾക്ക് സമാനമായ പാപങ്ങളാണെങ്കിലും ആ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല നിനക്ക് പുറത്തു തരുന്നു. മാത്രമല്ല, നീ ചെയ്യുന്ന ഇബാദത്തുകൾ നല്ല ടേസ്റ്റോടുകൂടി, അതിന്റെ ലദ്ദത്തോടുകൂടി നിനക്ക് ആസ്വദിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നു. നിന്റെ ദുനിയാവിലെ ജീവിതവും നിനക്കുള്ള മരണവും അത് നിനക്ക് ഖൈറായി തീരുന്നു. മഹത്തുക്കളതാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇനി രണ്ടാമത്തെ വാചകം ഏതാണ്? അയ്യഖൂല ബഅദ ഫറാഗി കുല്ലി ശൈഇൻ അൽഹംദുലില്ലാഹ്. ഏതൊരു സംഗതി നിർവഹിച്ചതിന് ശേഷവും നീ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഏതൊരു സംഗതി അത് പര്യവസാനിക്കുമ്പോൾ, ഏതൊരു സംഗതി അവസാനിപ്പിക്കുമ്പോൾ എന്തു പറയണം? അൽഹംദുലില്ലാഹ് എന്ന് പറയണം.
അത് ഭക്ഷണം കഴിച്ച് കഴിയുന്നതിന് ശേഷം മാത്രമല്ല, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയണം. കച്ചവടം കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറയണം. വാഹനത്തിൽ നിന്ന് യാത്ര കഴിഞ്ഞ് ഇറങ്ങുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. ഏതൊരു ഒരു സദസ്സ് പിരിഞ്ഞ് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. ദുആ ചെയ്ത് കഴിയുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ ദുആ ചെയ്യുമ്പോ ആദ്യം തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത്. ആ ദുആ കഴിയുമ്പോഴോ വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനകല്ലാഹുമ്മ ദഅവാഹും. അതേ മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അവർ ദുആ ചെയ്ത് കഴിയുമ്പോ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് ദുആ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ദുആ കഴിയുമ്പോഴും അൽഹംദുലില്ലാ. നമ്മളൊക്കെ പറയൽ വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു പ്രസംഗം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ടോ നിങ്ങൾ? അപ്പൊ ഹംദ് പറയണം, അൽഹംദുലില്ലാ എന്ന് പറയണം. ഏതൊരു സംഗതി അവസാനിപ്പിക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയണം. അരി ഇടാൻ നേരത്ത് ബിസ്മി പറയണം. അരിയെല്ലാം ഇട്ട് ചോറ് വെന്തോന്ന് നോക്കി, ചോറ് വെന്തു, ഇനി അത് ആ അരിയും കലവും കമഴ്ത്തിയിട്ടു, അപ്പോഴോ അൽഹംദുലില്ലാ ചോറ് വെന്തല്ലോ, അൽഹംദുലില്ലാ ഭക്ഷണം കഴിച്ചു, അൽഹംദുലില്ലാ വെള്ളം കുടിച്ചു, അൽഹംദുലില്ലാ. അപ്പോ ഏതൊരു സംഗതി ചെയ്ത് കഴിയുമ്പോഴും എന്തു പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണം. മൂന്നാമത് അതേ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ഇദാ ജറാ അലാ ലിസാനിഹി മാ ലാ യുഅ്നീഹി അയ്യഖൂല അസ്തഗ്ഫിറുല്ലാഹ്. മൂന്നാമത്തെ കലിമത്ത്, മൂന്നാമത്തെ വാചകമേതാണ്? നിന്റെ നാവിന് യോജിക്കാത്ത വല്ല വർത്തമാനങ്ങളും നിന്റെ നാവിൽ നിന്ന് വന്നു പോയി കഴിഞ്ഞാൽ, വല്ല അരുതായ്മയും നിന്റെ നാവ് കൊണ്ട് പറഞ്ഞു പോയാൽ, വല്ല തെറ്റുകളും നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞു പോയാൽ, നാവല്ലേ പലതും വന്നുപോകും, ഒരു കൺട്രോളുമില്ലാത്ത. അതുകൊണ്ടല്ലേ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്, നാക്കിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? നാവ് മനുഷ്യനെ നരകത്തിലേക്ക് കടത്താൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കടത്താൻ പറ്റുന്ന ഒരു സംഗതിയാണെന്ത്? മനുഷ്യന്റെ നാവ്. ആ നാവ് കാരണം നിസ്സാരം ചില വാക്കുകൾ കൊണ്ട്, വർത്തമാനങ്ങൾ കൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. ആകാശമുട്ട വലിപ്പമുള്ള വലിയ അമലുകൾ ഈ മനുഷ്യൻ നിർവഹിച്ച് വെച്ചിരുന്നു. പക്ഷെ നാക്കുകൊണ്ട് ചെറിയ ഒരു വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ആ ആകാശമുട്ട വലിപ്പമുള്ള അമലുകൾ മുഴുവനും പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നു. നാവ് മനുഷ്യനെ നരകത്തിലേക്ക് കടത്താൻ, മനുഷ്യന്റെ നന്മകളെ മുഴുവനും പൊളിച്ചു കളയാൻ ഈ നാവിനെ കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞ വഹ്ഫള് ലിസാനക, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അന്നഹു സുഅബാൻ, ആ നാവ് പെരുമ്പാമ്പിനേക്കാൾ വിഷമുള്ള ഒരു സംഗതിയാണ്. നാവിനെ നീ സൂക്ഷിച്ചു കൊള്ളണം. അതുകൊണ്ട് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നു, എന്താണ്? ആ നാവ് കൊണ്ട് വല്ല അരുതായ്മയും, തമാശ പറച്ചിലോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ വല്ല തെറ്റുകളോ വന്നുപോയി, അല്ലെങ്കിൽ ഒരു ചീത്ത വാക്ക് നാവിൽ നിന്ന് വന്നുപോയി, ഉടൻ തന്നെ എന്ത് പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ റബ്ബേ, അലീമായ റബ്ബേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. നാവ് കൊണ്ട് വല്ല അരുതായ്മകളും വന്നുപോയാൽ, നാവിന്റെ മേൽ വല്ല തെറ്റുകുറ്റങ്ങളും വന്നുപോയാൽ, വല്ല മോശത്തരങ്ങളും പറഞ്ഞു പോയാൽ ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ പറയണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. അതില്ലേ ഒരു സദസ്സ്
ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് ഇൽമ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നാട്ടുവർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏതെങ്കിലും വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് ആ സദസ്സ് പിരിയുമ്പോ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്ന് പറഞ്ഞിട്ടാണ് ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതെങ്കിൽ ആ സദസ്സിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല പൊറുക്കുമെന്ന് സയ്യിദുൽ വജൂദ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഓരോ മജ്ലിസിനും കഫാറത്തുണ്ട്, ഓരോ സദസ്സിനും കഫാറത്തുണ്ട്. ആ സദസ്സിന് എന്താണ് കഫാറത്ത്? ഒരു മജ്ലിസ് നടന്നു, അതിന് 1 മണിക്കൂർ വഅദ് പറഞ്ഞു, അല്ലെങ്കിൽ 1 മണിക്കൂർ വർത്താനം പറഞ്ഞു. ഇനി വഅദും പ്രസംഗവും ഒന്നുമല്ല, 2-3 ആളുകൾ ഒരു സദസ്സിൽ കൂടിയിരുന്ന് കുറെ എന്തൊക്കെയോ ദുനിയാവിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞു. പലതും വന്നു പോകും, പാടില്ലാത്തതും തെറ്റുകളും പാരകളും ഫിത്നകളും പലതും ആ വർത്തമാനത്തിൽ വന്നു പോകും. അങ്ങനെ ആ സദസ്സ് കഴിയുമ്പോ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് എന്ത് പറഞ്ഞു? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. ഇതൊരാൾ പറഞ്ഞാൽ ആ സദസ്സിൽ വർത്തമാനത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല പൊറുക്കുന്നു. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് 7 വാചകങ്ങൾ. ഈ 7 വാചകങ്ങൾ ആരാണോ മനഃപ്പാടമാക്കി കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അത് എപ്പോഴും ഉപയോഗിക്കുന്നവർ ആരാണോ അവർ അള്ളാഹുവിന്റെയും അവന്റെ മലക്കുകളുടെ അടുക്കലും വലിയ സ്വീകാര്യതയും അംഗീകാരവും ഉള്ളവരാണ്. അള്ളാഹുവിന്റെയും മലക്കുകളുടെയും അടുക്കൽ വലിയ മാന്യരാണ് എന്നു മാത്രമല്ല, കടലിന്റെ സമുദ്രത്തിലെ നുരകൾക്ക് സമാനമായ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നു. ഇബാദത്തുകൾ ലദ്ദത്തോടെ നല്ല മാധുര്യത്തോടെ നിർവഹിക്കാൻ കഴിയുന്നു. ദുനിയാവിന്റെ ജീവിതവും അവന്റെ മരണവും ഒക്കെ അവന് ഖൈറായി തീരുന്നു. അതിൽപ്പെട്ട 3 വാചകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 4ാമത്തെ വാചകം അതേ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇദാ അറാദ ഫിഅലൻ ഗദൻ, നാളെ ഒരു സംഗതി ചെയ്യാൻ നീ ഉദ്ദേശിച്ചാൽ, നാളെ അല്ലെങ്കിൽ അടുത്ത സമയം, ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഒരു സംഗതി നീ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയ്യഖൂല ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് നീ പറയണം. ഒരു സംഗതി നാളെ ചെയ്യും, അല്ലെങ്കിൽ അടുത്ത മാസം ഞാൻ ചെയ്യും, അടുത്ത മാസം ഞാൻ അത് കൊടുക്കും, അത് വാങ്ങിക്കും, അങ്ങനെ പിന്നീട് ചെയ്യുമെന്നോ കൊടുക്കുമെന്നോ വാങ്ങിക്കുമെന്നോ അങ്ങനെ ഒരു സംഗതി നീ പറയാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്തു പറയണം? ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം 100 ഭാര്യമാരുണ്ടായിരുന്നു. ആരാണ്? സുലൈമാൻ നബി അലൈഹിസ്സലാം. 100 ഭാര്യമാര് ഉണ്ടായിരുന്നു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്. ആ 100 ഭാര്യമാരുടെ അടുത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാം ആളുകളോട് പറഞ്ഞു, ഞാൻ എൻ്റെ 100 ഭാര്യമാരുടെ അടുത്തും ഇന്ന് ഞാൻ ബന്ധപ്പെടും എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ന വാക്ക് ഉപയോഗിച്ചില്ല. ബന്ധപ്പെടുമെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ടു, പക്ഷേ അതിൽ ഒരൊറ്റ കുട്ടിയും ജനിച്ചില്ല. ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് എന്ന വാക്കിന് വലിയ മഹത്വമാണ്. ചിലർ പറയും ഇൻഷാ അല്ലാഹ്ക്ക്, അവന്റെ ഇൻഷാ അല്ലാഹ്ക്ക് 6 മാസത്തെ കാലാവധിയാ, അല്ലെങ്കിൽ 1 വർഷത്തെ കാലാവധിയാ. അങ്ങനൊന്നുമില്ല. അത് ചിലപ്പോൾ 10 വർഷമായിരിക്കും. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ നിനക്ക് തരാടാ, നാളെ തരാം, ഞാൻ നിനക്ക് നാളെ തരാം ഇൻഷാ അല്ലാഹ് എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നാളെ നിനക്ക് ഞാൻ അത് തരും. അപ്പൊ നാളെ തന്നില്ലെങ്കിൽ അള്ളാഹു അത് ഉദ്ദേശിച്ചിട്ടില്ല. അവനത് തരാൻ, അവനത് മറ്റേയാൾക്ക് കൊടുക്കാൻ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. അതിനാണ് ഇൻഷാ അല്ലാഹ് പറയാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 5ാമത്തെ വാചകം ഏതാണ്? ഇദസ്തഖബല ഇലൈഹി ഫിഅലുൽ മക്റൂഹ്, ഒരു വെറുക്കപ്പെട്ട ഒരു സംഗതി ഒരു മനുഷ്യനെ നേരിട്ട് വന്നാൽ,
ഒരു വെറുക്കപ്പെട്ട ഒരു കാര്യം ഒരു മനുഷ്യനെ മുന്നിട്ട് വന്നാൽ, ഒരു മനുഷ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, അയ്യഖൂല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ പറയണം. ഒരു വെറുക്കപ്പെട്ട സംഗതി എന്താണ്? ഒരാളുടെ അരികിലേക്ക് ആക്ഷേപിച്ചു, ചീത്ത വിളിച്ചു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു മോശപ്പെട്ട സംഗതി കണ്ടു, പെട്ടെന്ന് എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. നമ്മുടെ മുമ്പില് അയൽവാസിയിൽ നിന്നോ, കൂട്ടുകാരിൽ നിന്നോ, ഭർത്താവിൽ നിന്നോ, ഭാര്യയിൽ നിന്നോ, മക്കളിൽ നിന്നോ, മാതാപിതാക്കളിൽ നിന്നോ, മക്കളിൽ നിന്നോ, ആരിൽ നിന്നാണെങ്കിലും ഒരു വെറുക്കപ്പെട്ട സംഗതി നമുക്ക് കാണാൻ പറ്റിയോ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഉണ്ടായോ എങ്കിൽ നമ്മൾ എന്ത് പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് നമ്മൾ പറയണം. ഈ അറബികളൊക്കെ അവർക്ക് ഇത്ര മഹത്വം ലഭിക്കാൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവർക്ക് ഇത്ര മഹത്വം ലഭിക്കാനുള്ള അവരെങ്ങനെ ഈ അറബി കെലിമത്തുകൾ, ഈ 7 കെലിമത്തുകൾ പ്രത്യേകിച്ച് ഈ അറബി സമൂഹം എല്ലാ സമയത്തും പറയും. ഇൻഷാ അല്ലാഹ് പറയാത്തൊരു അറബി ഉണ്ടാവൂല, മാഷാ അല്ലാഹ് പറയാത്തൊരു അറബി ഉണ്ടാവൂല, ലാ ഹൗല വലാ ഖുവത പറയാത്തൊരു അറബി ഉണ്ടാവൂല. ചിലപ്പോ സ്ഥലങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ബോർഡ് വരെ സ്ഥാപിച്ചിട്ടുണ്ടാവും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ബോർഡ് വരെയും സ്ഥാപിച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ വാഹനത്തിൽ പോകുമ്പോ നമുക്ക് കാണാം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം വെറുക്കപ്പെട്ട ഒരു സംഗതി നിന്നെ മുന്നിട്ട് വന്നാൽ, നിന്നിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നിന്നിൽ നിന്നുണ്ടായാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുണ്ടായത് നീ കണ്ടാൽ എന്തു പറയണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് നീ പറയണം. 6ാമത്തെ വാചകം, ഇദാ അസ്വാബതുഹു മുസീബ അയ്യഖൂല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇദാ അസാബതുഹു മുസീബ, ഒരു മുസീബത്ത് നിനക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു മുസീബത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു വിപത്ത് നിനക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നീ പറയേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇത് നീ പറയണം. ഒരാള് മരിക്കുമ്പോ ആ മരണവാർത്ത കേട്ടിട്ട് നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാറുണ്ട്. മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയേണ്ടത്. ഏതൊരു മുസീബത്ത് സംഭവിച്ചു എന്ന വാർത്ത നിനക്ക് കേട്ടാലും, നീ അറിഞ്ഞ ഒരാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾ മറിഞ്ഞു വീണു, ഒരാൾക്ക് ആക്സിഡന്റ് ഉണ്ടായി, ഒരാളുടെ കാലിൽ വലിയ ഒടിവുകൾ ഉണ്ടായി, അപ്പൊ അങ്ങനത്തെ ഏത് മുസീബത്ത് കണ്ടാലും കേട്ടാലും പറയപ്പെട്ടാലും എന്തു പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അത് വിശ്വാസികളുടെ അടയാളമാണ്. ഏതൊരു മുസീബത്ത് ഉണ്ടായാലും, ഏതൊരു മുസീബത്ത് നേരിട്ടാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. നമ്മളാണെങ്കിലോ അയ്യോ അല്ലെങ്കിൽ അമ്പോ എന്നൊക്കെയാണ് പറയാ. നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം, നമ്മളും ഇത് പറയണം, നമ്മുടെ മക്കളെ കേൾക്കെ ഇത് പറയണം. അപ്പൊ നമ്മുടെ മക്കൾ ഇത് കണ്ട് നമ്മളെ അനുകരിച്ച് നമ്മുടെ മക്കളും പറയും. എന്ന് പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയ്യോ അമ്പോ എന്നുള്ള വർത്തമാനങ്ങളല്ല പറയേണ്ടത്. കാലൊന്ന് തട്ടി നടന്നു പോകുമ്പോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പം ഏതൊരു മുസീബത്ത് വന്നാലും, ഏതൊരു വേദന വന്നാലും, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് മുസീബത്ത് വന്നത് കണ്ടു, നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇനി 7ാമത്തെ വാചകം പഠിപ്പിക്കുന്നു. അതെ, അസ്സാബിഅതു 7ാമത്തെ വാചകം, ലാ യസാലു യജ്രി അലാ ലിസാനിഹി ഫിൽ ലൈലി വന്നഹാരി. ഒരു മുഅ്മിനായ മനുഷ്യൻ, അല്ലാഹുവിന്റെയും മലക്കുകളുടെയും അടുക്കൽ മാന്യതയുള്ള മനുഷ്യൻ, അല്ലാഹുവിന്റെയും അവന്റെ കോടാനുകോടി വരുന്ന മലക്കുകളുടെയും ഇടയിൽ വലിയ അംഗീകാരമുള്ള മനുഷ്യനാണോ, പാപങ്ങൾ
പാപങ്ങൾ പൊറുക്കപ്പെട്ട മനുഷ്യനാണോ, ഇബാദത്തിന്റെ ലദ്ദത്ത് ആസ്വദിച്ച് കഴിയുന്ന മനുഷ്യനാണോ, ദുനിയാവിന്റെ ജീവിതവും അതുപോലെ മരണവും ഖൈറാകുന്ന മനുഷ്യനാണോ, അവന്റെ നാവ് എല്ലാ സമയത്തും ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഫില്ലൈലി വന്നഹാർ, രാത്രിയെന്നില്ല പകലെന്നില്ല എല്ലാ സമയത്തും നാവ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് സർവ്വ സമയത്തും ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഈ 7 കലിമത്തുകൾ നമ്മളൊന്ന് ചിന്തിക്കണേ, പഠിക്കണേ, നമ്മുടെ ജീവിതത്തിലൊന്ന് പകർത്തണേ. നമ്മുടെ വീടുകളിൽ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുമാര്, അവരെ കേൾക്ക ഇതൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഇതൊരു വലിയ അറിവായി നമ്മളൊന്ന് കരുതണേ. അല്ലാഹു തആല നമുക്ക് ചിന്തിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ 7 വാചകങ്ങൾ വലിയ മഹത്വമുള്ള 7 വാചകങ്ങളാണ്. നമ്മൾ കേൾവിയിൽ നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം, എന്നാൽ പദവിയുടെ വിഷയത്തിൽ, മഹത്വത്തിന്റെ വിഷയത്തിൽ, പ്രതിഫലം ലഭിക്കുന്ന വിഷയത്തിൽ വലിയ ഗൗരവമുള്ള 7 വാചകങ്ങളാണ്. പതിവാക്കാൻ